ഹലോ ഗായ്സ്, എല്ലാവർക്കും ആദ്യം തന്നെ ഈദ് മുബാറക്. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ? സുഖമാണോ? കമൻറ്റ് ചെയ്യട്ടോ നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഹൈവേ എത്തിയിട്ട് നമ്മൾ വയനാട് പോവാണ്. പിന്നെ ഇതാ നല്ല വെയിലുണ്ട് കേട്ടോ ഗൈസ്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ബാക്കിൽ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളിത് വയനാട്ടിലേക്കുള്ള പോണ റോഡില്ലേ, അത് കയറി കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ചുരം കയറി കേട്ടോ ഗൈസ്. നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് ചുരം കയറില്ലേ, അപ്പോൾ പിന്നെ ഒരു തണുപ്പും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഫൈനലി നമ്മൾ ചുരമൊക്കെ ഇങ്ങനെ കയറി. ഞാൻ ബാക്കിലിരുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വയനാട് ചെന്നാൽ എങ്ങനെയാണല്ലേ ചായ കുടിക്കാണ്ട് പോരാ. ചായ എനിക്ക് മസ്റ്റാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മുകളിൽ നമുക്ക് ചായ സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാമല്ലോ വിചാരിച്ചു നമ്മൾ നേരെ അങ്ങോട്ട് പോയി കേട്ടോ. പിന്നെ അവിടെ എത്തി കുറച്ചധികം സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നതിന് ഉപ്പിലിട്ടതാണല്ലോ, പക്ഷെ ഞാൻ അതൊന്നും കഴിച്ചില്ല കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ് ചായയും അതുപോലെ തന്നെ കാടമുട്ടയുടെ ഗ്രേവിയിൽ അതും. പിന്നെ ഞാൻ ഇരിക്കുന്ന സ്ഥലം കൊണ്ട് നിങ്ങൾ നല്ല വെയിലത്ത് പോയിരുന്നിട്ടാണ് ഞാൻ ചായ കുടിക്കണം. നല്ല വെയിലും ചൂട് ചായയും നല്ല കോമ്പിനേഷനാണല്ലേ. പറയുകയാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഒട്ടുമിക്ക ആളുകളും അവിടെ നിന്നിട്ടാണ് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം കണ്ടിട്ട് ഇരിക്കാതിരുന്നത് എനിക്ക് തോന്നുന്നു വെയിലുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് എനിക്ക് വെയിലൊന്നൊരു വിഷയമല്ല വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയിരുന്നത് കേട്ടോ. പിന്നെ നമ്മളിതാ വയനാട്ടിലെ ഏറ്റവും മുകളിൽ നിന്നിട്ട് താഴേക്കുള്ള വ്യൂ ആണ് കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല രസമില്ലേ കാണാൻ? നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു, ആ സ്ഥലത്തു നിന്നല്ലേ ഞാൻ ഇപ്പം ഇങ്ങോട്ട് എത്തിയതെന്ന്. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം വയനാട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഒരേ ഒരു കാര്യമാണ്, എന്താ പറയുക, ആദ്യമൊക്കെ വയനാട്ടിലേക്ക് പോകുമ്പോൾ നല്ല തണുപ്പും അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എല്ലാതും ഏവറേജ് ആയിരുന്നു. തണുപ്പാണെങ്കിലും കോടയാണെങ്കിലും ഒക്കെ ഒരു ഏവറേജ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ആ വ്യൂ കണ്ടില്ലേ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാനും കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. പിന്നെ എന്താ, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. എന്നാലും എനിക്കൊരു വിഷമം കോടയില്ലാത്തതാണ്. പിന്നെ നമ്മളവിടെ നിന്ന് നേരെ തിരിച്ചു കേട്ടോ. നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം അവിടെ ഓൾമോസ്റ്റ് പാർക്കിംഗ് ഇല്ല. എന്നാലും കുറച്ച് നേരമൊക്കെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വേഗം വണ്ടി വിട്ടു. പിന്നെ എൻ്റെ ഫോണിലെ ചാർജ് അപ്പത്തിനും തീർന്നു. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലാണ് കേട്ടോ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത്. പിന്നെ ബാക്കിലിരുന്നിട്ട് പല എക്സ്പ്രഷൻസിലും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സ്വാഭാവികമാണല്ലോ അല്ലേ. പിന്നെ എന്താ പറയുക, ബാക്കിലിരുന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച്. പിന്നെ നമ്മൾ പോകണ വഴിക്ക് കുറച്ച് കുരങ്ങന്മാരാണ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മാത്രമേ കണ്ടുള്ളൂ. കാരണം ആദ്യമൊക്കെ നമ്മൾ പോണ സമയത്ത് അത്യാവശ്യം കുരങ്ങന്മാരെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒന്നോ രണ്ടോ. പിന്നെ നമ്മളവിടെ എത്തി, റൂമൊക്കെ എടുത്തു, പുറത്തേക്ക് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് നമ്മൾ വാങ്ങിച്ചത് ദോശയും അതുപോലെ തന്നെ ബീഫിൻ്റെ ഗ്രേവിയില്ലേ, അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അത് കഴിച്ചു. കുഴപ്പമില്ല കേട്ടോ, ഒരു ഓക്കെ ഫുഡ്, അത്രയേ ഉള്ളൂ. കഴിക്കാം. പിന്നെ നമ്മളിത് ഫ്രഷായി ഇനി കിടക്കണം, ഉറങ്ങണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.